ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടം വിശദീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം ഭാരതീയ സൈനിക കേന്ദ്രങ്ങളെയാണ് പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചതെന്നും തക്ക സമയത്ത് മറുപടി നൽകാൻ ഭാരതത്തിന് സാധിച്ചുവെന്നും കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു. പാകിസ്ഥാൻ 15 ഇടങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും വ്യക്തമാക്കി. ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമിടുകയായിരുന്നു പാകിസ്ഥാൻ. അർദ്ധരാത്രിയിൽ ആക്രമിക്കാൻ ശ്രമിച്ചു. 16 പേർ, സാധാരണക്കാരായ 16 പേർ മരിച്ചു വീണു. ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമിടുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് പാകിസ്ഥാൻ സേനയുടെ സർവ്വതന്ത്രങ്ങളെയും പൊളിക്കുകയായിരുന്നു ഭാരത സൈന്യം. ഇന്ത്യൻ നഗരങ്ങളെ അവർ ലക്ഷ്യമിട്ടു. അതും നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തയാണ്. ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നഗരങ്ങളെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടു. പക്ഷെ അതൊക്കെ പൊളിച്ചു. പഞ്ചാബിനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടു. അതും അതേ നാണയത്തിൽ തിരിച്ചടിച്ച് ആ പദ്ധതിയും പൊളിച്ചു. 16 സാധാരണക്കാർ പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ മരിച്ചു വീണു. പാകിസ്ഥാൻ ഇപ്പോഴും ഭീകരതയെ സംരക്ഷിക്കുകയാണ് എന്നാണ് വിക്രം മിശ്രി അല്പം മുമ്പ് പറഞ്ഞത്. വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, അല്പം മുമ്പ് പ്രതിരോധ മന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിരുന്നു. ഇനിയും പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിക്കുക തന്നെ, അടിച്ചാൽ തിരിച്ചടി, ഭീകരതയുടെ അടിവേരറക്കുമെന്ന് കൃത്യമായി പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം. ഇപ്പോൾ വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറിയും അതുതന്നെ ആവർത്തിക്കുന്നു. അപ്പോൾ കൃത്യമായൊരു പദ്ധതിയുടെ പ്രതിഫലനമല്ലേ നമ്മൾ കണ്ടത്? തീർച്ചയായും വിക്രം മിശ്രി പറഞ്ഞത് വളരെ കൃത്യമായാണ്. അതായത് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിലപാടായി, വളരെ കൃത്യമായ നിലപാടായി വിക്രം മിശ്രി പറഞ്ഞത് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തുടങ്ങി വെച്ചത് പഹൽഗാം ആക്രമണത്തോടെയാണ്. പ്രശ്നങ്ങൾ ആരംഭിച്ചത് പാകിസ്ഥാനാണ്. സ്വാഭാവികമായും ഭാരതം അതിന് ശക്തമായ തിരിച്ചടി നൽകി. അവർ തുടങ്ങി വെച്ചു, ഭാരതം തിരിച്ചടി നൽകി എന്ന കൃത്യമായൊരു നിലപാടാണ് അദ്ദേഹം അറിയിക്കുകയും ചെയ്തത്. പിന്നീട് മറ്റു വിശദാംശങ്ങളാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്ന് രാവിലെ മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന പാകിസ്ഥാൻ്റെ ചില കേന്ദ്രങ്ങളിൽ ഭാരതം നടത്തിയ ആളില്ലാ വിമാനങ്ങളുടെ ആക്രമണം സംബന്ധിച്ചാണ്. ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ വിക്ഷേപിച്ച മിസൈലുകളെ നിർവീര്യമാക്കുകയും പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സംവിധാനത്തെ കൃത്യമായി ലക്ഷ്യമാക്കി ആക്രമണം നടത്തുകയും ചെയ്തു എന്ന് 2 സൈനിക മേധാവികളും, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യോമിക സിംഗും, വിംഗ് കമാൻഡർ വ്യോമിക സിംഗും, അതുപോലെ തന്നെ കേണൽ സോഫിയ ഖുറേഷിയുമാണ് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് നിലപാടുകൾ അറിയിക്കുന്നതിന് വേണ്ടി എത്തിയത്. അത് ആക്രമണം നടന്ന പ്രദേശങ്ങൾ അവന്തിപുര, ശ്രീനഗർ, ജമ്മു, പട്ടാൻകോട്ട്, ജലന്ധർ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ടായിരുന്നു അവരുടെ ഈ ആക്രമണം സംബന്ധിച്ചൊരു വിശദീകരണം നൽകിയത്. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിവെപ്പ് തുടരുകയും 16ഓളം പേർ മരിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു സ്ഥിരീകരണമായി സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, മറ്റ് പ്രധാന വിഷയങ്ങൾ വിക്രം മിശ്രി പറഞ്ഞത്, നിരവധി തെറ്റായ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത്തരത്തിൽ തെറ്റായ വാർത്തകൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തെറ്റായ വാർത്തകളൊന്നും അംഗീകരിക്കരുത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളെ സ്വമേധയാ സ്വീകരിക്കുകയോ ചെയ്യരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തീർത്തും ആക്രമണം നടത്തിയത് TRF എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന, റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്ന സംവിധാനമാണ്. ലഷ്കർ ഇ തോയ്ബയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. ഇവർ പാകിസ്ഥാൻ ഈ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയം തുടർന്നൊരു പശ്ചാത്തലത്തിലാണ് ഭാരതത്തിനെ ആക്രമണം നടത്തേണ്ടി വന്നത്. പാകിസ്ഥാൻ്റെ ചരിത്രവും അങ്ങനെയാണ്. ഒസാമ ബിൻ ലാദനെ പിടികൂടിയതും ഒസാമ ബിൻ ലാദനെ സംരക്ഷിച്ചതുമെല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പാകിസ്ഥാൻ്റെ നിലപാടിനെ കൃത്യമായി അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. മറ്റൊരു സുപ്രധാന വിഷയം ഇപ്പോൾ വിക്രം മിശ്രയുടെ ഭാഗത്തു നിന്നുണ്ടായത്, അത് ഏറ്റവും ഗൗരവമേറിയൊരു വിഷയം തന്നെയാണ്. സ്വതന്ത്ര അന്വേഷണം വേണമെന്ന പാകിസ്ഥാൻ്റെ ഒരു ആവശ്യത്തോട് ഭാരതം ക്രിയാത്മകമായും, അല്ലെങ്കിൽ അത് വസ്തുനിഷ്ഠമായി പ്രതികരിച്ചിരിക്കുകയാണ്. നേരത്തെ പട്ടാൻകോട്ട് ആക്രമണത്തിൻ്റെയും മുംബൈ ഭീകരാക്രമണത്തിൻ്റെയും വിവിധങ്ങളായ വിവരങ്ങൾ നൽകി. പട്ടാൻകോട്ട് ആക്രമണം നടന്ന സമയത്ത് ആ പ്രദേശം സന്ദർശിക്കുന്നതിന് പോലും ഒരു സംയുക്ത സംവിധാനമുണ്ടാക്കി പാകിസ്ഥാൻ്റെ നിരീക്ഷകരെ അല്ലെങ്കിൽ അന്വേഷകരെ എത്തിക്കുന്നതിനുള്ള സംവിധാനമുണ്ടായെങ്കിലും നിരാശാജനകമായിരുന്നു പ്രതികരണമെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഭാരതം കൈമാറുന്ന തെളിവുകൾ ഭീകരരെ സംരക്ഷിക്കാനുള്ളൊരു വഴിയാക്കി പാകിസ്ഥാൻ മാറ്റുകയാണ് എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, അന്വേഷണത്തെ തടസ്സപ്പെടുത്താനാണ് ഇത്തരത്തിൽ തെളിവുകൾ ലഭ്യമാക്കിയത്, പ്രയോജനപ്പെടുത്തിയതെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സ്വതന്ത്ര അന്വേഷണം വേണം, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെയോ അല്ലാതെയോ ഉള്ള ഒരു ഭാരതത്തിൻ്റേതല്ലാത്ത അല്ലെങ്കിൽ പാകിസ്ഥാൻ്റേതുമല്ലാത്ത സ്വതന്ത്ര ഏജൻസിയുടെ, സ്വതന്ത്ര സംവിധാനത്തിൻ്റെ അന്വേഷണം വേണമെന്നത് അംഗീകരിക്കാനാവില്ല. നേരത്തെ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ
സംയുക്തമായ അന്വേഷണങ്ങളൊക്കെ അട്ടിമറിച്ച ചരിത്രമാണ് പാകിസ്ഥാനുള്ളത്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ്. മറ്റൊരു സുപ്രധാന വിഷയം, ഈ ആക്രമണത്തിന്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഭീകരവിരുദ്ധ ആക്രമണത്തിന് ഒരു മതത്തിൻ്റെ നിറം നൽകാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണമാണ്. അത്തരത്തിലുള്ള മത കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ മത വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പള്ളികൾ പോലുള്ള സ്ഥാപനങ്ങളെ ആക്രമിച്ചു എന്നുള്ളത് തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാടാണ്. അത്തരമൊരു നിലപാട് വസ്തുതാ വിരുദ്ധമാണെന്നും വിക്രം മിസ്രി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശവസംസ്കാരത്തിൽ മരിച്ച ഭീകരരുടെ ശവസംസ്കാരത്തിൽ സൈനികർ പങ്കെടുത്ത വിഷയങ്ങളെല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് അത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണെന്നതിന് തെളിവുമാണ് എന്ന് പറയുകയും മാത്രമല്ല മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറഞ്ഞത് ഏപ്രിൽ 16 പാകിസ്ഥാൻ സൈനിക മേധാവി നടത്തിയ പ്രസംഗമാണ് മതഭീകരതയുടെ അവസാനത്തെ ഉദാഹരണമെന്നും വിക്രം മിസ്രി പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ഈ ഭീകരാക്രമണത്തെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ എല്ലാ മതത്തിൽപ്പെട്ടവരും മത നേതാക്കളും എല്ലാം തന്നെ അതിനെ അപലപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന് മതത്തിൻ്റെ നിറമല്ല, തീവ്രവാദത്തിൻ്റെയും മനുഷ്യത്വരാഹിത്യത്തിൻ്റെയും നിറമാണ് എന്ന് കൃത്യമായ സാഹചര്യങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സിന്ധു നദീജല കരാറിൽ നിന്നും ഭാരതം പിന്മാറാനുള്ള അടിസ്ഥാന കാരണം തന്നെ ഈ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുകയുണ്ടായി. തീർച്ചയായും ഒരു രാജ്യത്തിൻ്റെ ധർമ്മം അത് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ഭാരതം ഇപ്പോഴും. ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഭീകരരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്, സാധാരണക്കാരെയല്ല. ആദ്യം പറഞ്ഞത് സൈന്യത്തെ പോലുമല്ല എന്നാണ്. അടിച്ചാൽ തിരിച്ചടിക്കും, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ലക്ഷ്യം ഇപ്പോഴും ഭീകരതയുടെ അടിവേരറുക്കുക എന്നതാണ് എന്നാവർത്തിച്ച് ഭാരതം പറയുമ്പോൾ അതിനർത്ഥം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു രാജ്യം അതിൻ്റെ ധർമ്മം ഇപ്പോഴും നിറവേറ്റാൻ ശ്രമിക്കുന്നു എന്നല്ലേ? തീർച്ചയായും ഭാരതം എന്നും, അതായത് വർഷങ്ങളായി ഭാരതം ഭീകരവിരുദ്ധ നിലപാടിനെ ശക്തമായി പിന്തുണയ്ക്കുകയും അതിനു വേണ്ടിയുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയും ഭീകരവിരുദ്ധ സഖ്യത്തെ രൂപീകരിക്കുന്നതിന് തുടർച്ചയായി നമുക്കറിയാവുന്നതാണ്. 2014 NDA സർക്കാർ അധികാരത്തിൽ വന്ന ആ നിമിഷം മുതൽ തുടർച്ചയായി 10 വർഷത്തിലേറെയായി തുടർച്ചയായി ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഭീകരവിരുദ്ധ നിലപാട്, ഭീകരവിരുദ്ധ സഖ്യത്തിനെ രൂപീകരിക്കുക. ഈ അടുത്ത കാലത്ത് നടന്ന കഴിഞ്ഞ വർഷം നടന്ന G20 സമ്മേളനത്തിൽ ഒരു ഭീകരവിരുദ്ധ സഖ്യം തന്നെ രൂപീകരിക്കാനുള്ള നീക്കമുണ്ടായി. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഭീകരവിരുദ്ധ നീക്കങ്ങളുടെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്ന ഭീകരതയെ കർശനമായി എതിരിടുന്ന അല്ലെങ്കിൽ തടയുന്ന ഒരു നീക്കത്തിന് കൃത്യമായി മുന്നൊരുക്കങ്ങൾ നൽകുന്ന ഒരു നീക്കമാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭീകരതയ്ക്കെതിരാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ഭീകര സംവിധാനങ്ങളെയാണ് ഭാരതം ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിലും അക്കാര്യം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. അതായത് ഭീകരരെ ലക്ഷ്യം വെച്ചിരിക്കുന്നു, ഭീകര സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചിരിക്കുന്നു. ഭീകര സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുമ്പോൾ സൈനിക സംവിധാനങ്ങൾ, പാകിസ്ഥാൻ്റെ സൈനിക സംവിധാനങ്ങളോ സിവിലിയൻ സംവിധാനങ്ങളോ മറ്റ് സർക്കാർ സംവിധാനങ്ങളെ ഒന്നും തന്നെ അത് ബാധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള നീക്കവും ഭാരതം നടത്തുന്നുവെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ അറിയിക്കുകയും ചെയ്തത്. തീർച്ചയായും ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത് ഭീകരവിരുദ്ധ ഒരു ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തത്വത്തിൻ്റെ പുനരാവിഷ്കാരമാണ്. അല്ലെങ്കിൽ ഭീകരവിരുദ്ധമായ ഒരു സംവിധാനം നിലനിർത്തേണ്ടതിൻ്റെ അനിവാര്യതയെ എടുത്തു പറയുകയാണ് എന്ന ഒരു വസ്തുതയിലൂന്നി തന്നെയാണ് ഭാരതം നിലനിൽക്കുന്നത്. അത് കഴിഞ്ഞ വർഷങ്ങളായി കാണുന്ന ഭാരതത്തിൻ്റെ നയതന്ത്ര നിലപാടാണ്. ആ നിലപാട് തന്നെ ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ, അതായത് ഇപ്പോൾ നടത്തിയ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്നലെ നടന്ന ഓപ്പറേഷൻ സിന്ദൂരിൽ അത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഭാരതം നടത്തുന്ന ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഭീകരതയ്ക്കെതിരാണ്, ഒരു രാഷ്ട്രത്തിനുമെതിരല്ല എന്ന് ആവർത്തിച്ച് പറയുകയും ഇന്നും വിക്രം മിസ്രി അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഭീകരതയ്ക്കെതിരായൊരു നീക്കം, ഒരു സത്യസന്ധമായ ഒരു ലോകം അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ ലോകം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു നീക്കം ഭാരതം നടത്തുന്നതെന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കിയത്. ഞാൻ വരാം. ഇപ്പോൾ ജിഷ്ണു കൃഷ്ണൻ കൂടി ഒപ്പുചേരുന്നുണ്ട്. ജിഷ്ണു, ഇന്ന് തുടരെ ചില മാധ്യമങ്ങളെ കണ്ടു, പ്രതിരോധ മന്ത്രി അടക്കം. ഭാരതം പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഭാരതം പറഞ്ഞതിൻ്റെ ആകെത്തുക എന്താണ്? കൃഷ്ണാജി, ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ വക്താവ് വിക്രം മിശ്രി ആണെങ്കിലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഔദ്യോഗിക പ്രതികരണങ്ങളിലെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത് ഭാരതത്തിന്റെ പോരാട്ടം ഭീകരതയ്ക്കെതിരെയാണ് എന്നുള്ളത് തന്നെയാണ് ഭാരതം ഉറക്കെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിച്ചപ്പോഴും നമ്മുടെ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം വെച്ചത് പാകിസ്ഥാന്റെ മണ്ണിലുള്ള ഭീകര ക്യാമ്പുകളായിരുന്നു. എന്നാൽ ഇന്ന് അതേ 24 മണിക്കൂറിന് ശേഷം
നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ സൈനിക വൃത്തങ്ങൾക്ക് തന്നെ ഈ ഭീകരതയ്ക്കെതിരെ പോരാടുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായി, പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഭാരതത്തിനെതിരെ പ്രകോപനമുണ്ടായി. അതുകൊണ്ട് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഉൾപ്പെടെ ഭാരതത്തിന് ആക്രമിക്കേണ്ടി വന്നു എന്ന് വളരെ കൃത്യമായി സൈന്യം പറഞ്ഞു വെക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് അല്പം മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പ് ഇറങ്ങിയിട്ടുള്ള വാർത്താക്കുറിപ്പ് പരിശോധിക്കുമ്പോഴും ഇപ്പോൾ വിക്രം മിശ്രയുടെ വാക്കുകൾ പരിശോധിക്കുമ്പോഴും അതിർത്തിയിലും ഒപ്പം നിയന്ത്രണ രേഖകളിലും 2 രാജ്യങ്ങൾ എന്നുള്ള രീതിയിലും സമാധാനവും നിയന്ത്രണ വിധേയമായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് ഭാരതം ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രകോപനങ്ങൾ ഉണ്ടായാൽ, രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന വെല്ലുവിളികൾ ഉണ്ടായാൽ അതിന് കൃത്യമായിട്ടുള്ള തിരിച്ചടി നൽകും എന്നുള്ള വാക്കുകളാണ് ഇപ്പോൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് വാക്കുകൾ മാത്രമല്ല, പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ വിക്രം മിശ്രയുടെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും. പ്രതിരോധ മന്ത്രി സർവകക്ഷി യോഗത്തിൽ പറഞ്ഞ വാക്കുകൾ കേന്ദ്ര പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജു എടുത്ത് പറയുകയുണ്ടായിരുന്നു, പുറത്ത് പറയുകയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ യുദ്ധം ഈ തിരിച്ചടികൾ അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രകോപനമുണ്ടായാൽ കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ നൽകും എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ സൈനിക വൃത്തങ്ങൾ വളരെ കൃത്യമായി ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ കഴിഞ്ഞ രാത്രിയും ഇന്ന് പുലർച്ചെയും ഇന്ന് രാവിലെയുമായി എന്തെല്ലാമാണ് ഉണ്ടായത് എന്ന് ഞങ്ങളായിട്ടൊന്നിനുമില്ല, പക്ഷേ ഞങ്ങളെ ആക്രമിച്ചാൽ, നിങ്ങൾ ഗുജറാത്തിലെയും പഞ്ചാബിലെയും നഗരങ്ങൾ ലക്ഷ്യമിട്ടാൽ അത് തകർക്കുകയും ചെയ്യും. ലാഹോറിലും കറാച്ചിയിലും അടക്കം ഞങ്ങളുടെ വക തകർക്കപ്പെടൽ ഉണ്ടാവുകയും ചെയ്യും. കൃത്യമായ സന്ദേശം. കൃഷ്ണാജി, തീർച്ചയായും അത് തന്നെയാണ് ഭാരതത്തിന്റെ സന്ദേശം. അതിപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോഴും പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ പരിശോധിക്കുമ്പോഴും അജിത് ഡോവൽ വ്യക്തമാക്കിയിട്ടുള്ളത് തുടങ്ങുന്നത് ഞങ്ങളായിരിക്കില്ല, പക്ഷേ അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും, അതായത് ഭാരതമായിരിക്കും ഈ നടപടികളുടെ അവസാനം കാണുക എന്ന് വളരെ കൃത്യമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രകോപനത്തിന് ശക്തമായ ഭാഷയിൽ മറുപടി ഉണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പോരാട്ടം ഭീകരതയ്ക്കെതിരെയാണ്, അതിനെ കുറുകെ എന്തു വന്നാലും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇപ്പോൾ വിദേശകാര്യ വക്താവ് വിക്രം മിശ്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ സമാധാനമാണ് ഭാരതം ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോഴും ഭാരതം ചൂണ്ടിക്കാട്ടിയത്, അല്ലെങ്കിൽ ഭാരതത്തിന്റെ ശൈലി പരിശോധിക്കുമ്പോഴും ഒരു രാജ്യത്തിന്റെയും അതിർത്തി കടന്നുകൊണ്ട് ആക്രമിക്കുകയോ കീഴടക്കുകയോ ചെയ്യുന്ന സ്വഭാവവും ശീലവും ഭാരതത്തിനില്ല. പക്ഷേ അഖണ്ഡതയെ വെല്ലുവിളിച്ചുകൊണ്ടുണ്ടാകുന്ന പ്രകോപനത്തിന് ഈ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഏകദേശം ജമ്മു കശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള അതിർത്തി മേഖലകൾ, ജമ്മുവിലെയും ശ്രീനഗറിലെയും ഹരിയാനയിലെയും പഞ്ചാബിലെയും ഉദ്ധംപൂരിലെയും എല്ലാം സൈനിക താവളങ്ങൾക്കും നഗരങ്ങൾക്കും നേരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മിസൈലുകളും ഡ്രോണുകളും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഒരൊറ്റ മിസൈൽ പോലും നാശനഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ ഭാരതത്തിന്റെ മണ്ണിൽ പതിക്കാൻ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ അനുവദിച്ചില്ല. കൃത്യമായിട്ടുള്ള പ്രതിരോധ നടപടികളുണ്ടായി. റഷ്യൻ സംവിധാനമായിട്ടുള്ള S-400 ഇന്ത്യ സുദർശന ചക്രം എന്ന പേര് നൽകിയിട്ടുള്ള പ്രതിരോധ സംവിധാനത്തിലൂടെ പാകിസ്ഥാന്റെ പ്രകോപനങ്ങളെ പ്രതിരോധിക്കുകയുണ്ടായി. അതിനുശേഷം നടത്തിയിട്ടുള്ളത് രണ്ടാമത്തെ തിരിച്ചടിയാണ്. ആദ്യത്തെ തിരിച്ചടിയിൽ ഭീകര കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു ലക്ഷ്യം വെച്ചതെങ്കിൽ രണ്ടാമത്തെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അത് ലാഹോറിലെ ഉൾപ്പെടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇസ്ലാമാബാദിൽ ഉൾപ്പെടെ ഡ്രോൺ ആക്രമണം നടത്തി. അതായത് 2 തരത്തിലാണ്. ഒന്ന്, ഡ്രോണും ആളില്ലാ വിമാനവും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഭാരതം പാകിസ്ഥാന്റെ മണ്ണിൽ ഇത്തരത്തിൽ തിരിച്ചടി നൽകിയിട്ടുള്ളത്. ഇസ്ലാമാബാദിൽ 7 ഡ്രോൺ സ്ഫോടനങ്ങൾ നടത്തി എന്നുള്ളതാണ് ഈ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ആകെ 25 തിരിച്ചടികൾ ഈ കഴിഞ്ഞ പുലർച്ചെയും ഇന്ന് രാവിലെയുമായി ലാഹോറിലും ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഭാരതം നടത്തി എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് സൈനിക വൃത്തങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ലാഹോറിലെ ഉൾപ്പെടെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി, പാക് സൈനിക കേന്ദ്രങ്ങളിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഭാരതം നടത്തി. നിലവിൽ ഈ തിരിച്ചടി, ഈ ഒരു നടപടി ഭാരതം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും പ്രകോപനം ഉണ്ടായാൽ അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് സൈനിക വൃത്തവും ഭാരതവും വ്യക്തമാക്കിയത്. ഒപ്പം കര അതിർത്തിയിൽ, ജമ്മു കശ്മീർ അതിർത്തിയിൽ ഇപ്പോഴും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കേണൽ സോഫിയ ഖുറേഷിയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉറി, ബാരാമുള്ള തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ, അതിർത്തി സെക്ടറുകളിൽ പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപനം നടത്തുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വെടിവെപ്പും മോട്ടാർ ഷെല്ലിങ്ങും നടത്തുന്നുണ്ട്. അതിന് ശക്തമായ
ശക്തമായ തിരിച്ചടി ഭാരതവും നൽകുന്നുണ്ട് എന്ന് സൈനിക വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിക്കുന്നു. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഭാരതം നൽകിയിട്ടുള്ള തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ 4ലധികം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ബാരാമുള്ള കൂടാതെ ഉറി സെക്ടറുകളിലും അഗ്നൂർ സെക്ടറിലുമാണ് ഇത്തരത്തിൽ പാകിസ്ഥാനുമായി കര അതിർത്തിയിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഭാരതത്തിന്റെ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പൂഞ്ച് സെക്ടറിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ 8 സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 16 ജീവനുകൾ, സാധാരണക്കാരുടെ ജീവൻ ഭാരതത്തിന് നഷ്ടമായിട്ടുണ്ട്. കൂടാതെ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. അതിന് ശക്തമായ മറുപടി കര അതിർത്തിയിലും, അതായത് ജമ്മു കശ്മീർ പാകിസ്ഥാൻ അതിർത്തിയിൽ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഭാരതത്തിന്റെ സൈന്യം നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യങ്ങളുടെ ഒരു വിശദീകരണമാണ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഭാരതം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കൃത്യമായിട്ടുള്ള വിശദീകരണമാണ് സൈനിക വൃത്തങ്ങളുടെ വിദേശകാര്യ. അതായത് ഇന്ത്യ ഞങ്ങളായി നിങ്ങളെ ആക്രമിക്കാൻ വരുന്നില്ല, പക്ഷേ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളായിരിക്കും അത് അവസാനിപ്പിക്കുന്നത് എന്ന് കൃത്യമായി പറയുന്നു വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രി, സൈനിക ഉദ്യോഗസ്ഥരടക്കം അതുതന്നെയാണ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്.